പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാടൻ പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള നാടൻ പാട്ടാണ് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടല്. അല്ലേ, തീണ്ടൽ എന്താണ്? തൊട്ടുകൂടാ എന്നുള്ള അയിത്ത ആചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന, ജന്മിത്തം വാണിരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു നാടൻ പാട്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പാക്കനാരുടെയും വരരുചിയുടെയും ഒക്കെ ആ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാട്ടിൽ പാക്കനാരും ജന്മിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് കവിത. അപ്പോൾ പാക്കനാരും ജന്മിയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് നമുക്ക് കവിത വരുന്നത്. അതുകൊണ്ടാണ് വഴിയിൽ നിന്ന് മാറടാ മാറടാ എന്ന് ജന്മി തമ്പുരാന് ആക്രോശിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ചണ്ടാലൻ ശങ്കരാചാര്യരോട് ചോദിച്ചതുപോലെ അല്ലേ, ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറാൻ വേണ്ടി പോയ സമയത്ത് അല്ലേ ശിവനായിരുന്നു ചണ്ടാളൻ്റെ വേഷത്തിൽ വന്നത്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ചണ്ടാലൻ ശങ്കരാചാര്യരോട് ചോദിച്ചതുപോലെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ പാക്കനാര്. അപ്പോൾ എന്തിൻ്റെ തീണ്ടലാണ് ഇത്, എന്തിൽ നിന്നാണ് എന്തിനാണ് മാറി നടക്കേണ്ടത് എന്നുള്ള ആ ഒരു ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു നാടൻ പാട്ടിൽ കാണാമെന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ എന്താണ്, ഓരോന്നിനും ഓരോ സഹജധർമ്മങ്ങളുണ്ട്. ആ ധർമ്മത്തിൽ നിന്ന് മാറാൻ സാധ്യമല്ല എന്ന് പറയുകയാണ്. അപ്പം വീണ്ടും എന്തിനാണ് മാറട മാറട എന്നാണല്ലോ തമ്പുരാന് പറയുന്നത്. എന്നിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, ഉപ്പ് കുഴിച്ചിട്ടാൽ മുളയ്ക്കുമോ, വേലിയിൽ പടരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, അപ്പോൾ ഉപ്പിന് എന്താണ് മാറാനാവില്ല. അപ്പം മീന് വർജ്യമായി കരുതുന്നവർ മത്സ്യമുള്ള വെള്ളത്തിൽ കുളിക്കുന്നില്ലേ, അപ്പോൾ ആ വെള്ളം പല കാര്യത്തിനും ഉപയോഗപ്പെടുത്തുന്നുമില്ലേ. പിന്നെ ആകാശത്തേക്ക് അമ്പെയ്താൽ ആകാശം തുളയുന്നുമില്ല. അപ്പം അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന് അടുത്ത് വന്നു എന്ന് കരുതിയിട്ട് മറ്റൊരു മനുഷ്യന് ഒരു ആപത്തും സംഭവിക്കുകയില്ല. കറുത്തവൻ തൊട്ടാൽ വെളുത്തവൻ കറുത്തു പോകുകയുമില്ല. ഇനിയിപ്പോൾ വെളുത്തവൻ കറുത്തവനെ തൊട്ടെന്ന് വെച്ചിട്ട് അതിലും അപ്പോൾ ഒന്നിന് തിരിച്ചു ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറയാം. പിന്നെ എന്തിനാണ് ഈ തീണ്ടൽ, തൊടികൾ എന്നിവ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തീണ്ടൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, അപ്പോൾ ആചാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പാക്കനാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇവിടെ കവിത വരുന്നത് അല്ലേ. നമുക്ക് നോക്കാം. തുടങ്ങുന്നത് തന്നെ എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടല്. എന്തു തൻ്റെ തീണ്ടലാണ്, എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടല്. മാറട മാറേട മാറേട അങ്ങട് മാറട അല്ലേ, ആ രീതിയിലേക്കാ. മാറട മാറേട പാക്കനാരെ മാറട എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടല്. എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടല് എന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. വഴി മാറാൻ പറയുന്നത് എന്തിനാണ് എന്ന്. അപ്പോൾ ഉപ്പ് കുത്തിയ മുളയ്ക്കുമോ വേലിമേ പടരുമോ. ഉപ്പ് കുത്തിയ മുളയ്ക്കുമോ, ഉപ്പ് കുത്തിയ മുളയ്ക്കുമോ വേലിമേ പടരുമോ. അപ്പോൾ പിന്നെ എന്ത് തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടല് എന്നാണ് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നതും. പിന്നെ അതുപോലെ എന്താണ്, മത്സ്യമുള്ള നീറ്റിലെ കുളിക്കാമോ കുറിക്കാമോ, ഉപ്പിച്ച വെള്ളം ഇറക്കാമോ എന്നാണ്. കാരണം ഇവർ മത്സ്യം കഴിക്കുന്നത് കൊണ്ടാണ് അല്ലേ ഇങ്ങനെ അശുദ്ധി കൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ മത്സ്യം, മീനുകളുള്ള വെള്ളത്തിൽ, കുളത്തിലൊക്കെ നിങ്ങൾക്ക് കുളിക്കാനും അതുപോലെ തന്നെ അത് വെള്ളം കുടിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ തീണ്ടലെ തൊടൽ അല്ലേ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഈ തീണ്ടലിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് പാക്കനാര് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മത്സ്യമുള്ള നീറ്റിലെ കുളിക്കാമോ കുറിക്കാമോ, ഉപ്പിച്ച വെള്ളം ഇറക്കാമോ, പിന്നെ എന്തു തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടല്. പിന്നെ എന്തു തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടലാണ്. ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും എന്താണ് പറയണത് തമ്പുരാന്, മാറട മാറേട അങ്ങട് മാറട മാറട മാറേട പാക്കനാരെ മാറട എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മാറാൻ
പറയുകയാണ്. അപ്പോൾ എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടൽ അല്ലേ? എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടൽ. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ? ആകാശത്ത് അമ്പെയ്താൽ ആകാശം തുളയുമോ എന്ന്. അപ്പോൾ ആകാശത്തേക്ക് ഒരു അസ്ത്രം അയച്ചതുകൊണ്ട് ആകാശം ഒരിക്കലും എന്താണ്, അത് തുളഞ്ഞു പോവുകയില്ല, അതിന് ഘോരം വരികയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ തീണ്ടലിനെ കുറിച്ച് വീണ്ടും 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 ഇങ്ങനെ തമ്പുരാന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വീണ്ടും പറയുകയാണ് അല്ലേ, തൊട്ടു തീണ്ടിയാൽ കറുക്കുമോ വെളുക്കുമോ? തീണ്ടിയാൽ കറുക്കുമോ, തീണ്ടിയാൽ വെളുക്കുമോ? ഇനിയിപ്പോൾ ഒന്ന് കൂട്ടി തൊട്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ കറുക്കുമോ അതോ ഞാൻ വെളുക്കുമോ? ഇങ്ങനെ ആ ഒരു വർണ്ണ വിവേചനത്തിൻ്റെയും ജാതി വിവേചനത്തിൻ്റെയും ഒക്കെ ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നതും. അപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ തമ്പുരാന് പറയുന്നത് എന്നാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, വെളുക്കുമോ, ചുമക്കുമോ, കറുക്കുമോ അല്ലേ? പിന്നെ എന്തിനാണ് ഈ തീണ്ടലിനെ കുറിച്ചിട്ട്, ഐത്തത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതെന്ന്. എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടൽ? എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടൽ? അല്ലെ, ചെറിയ ഒരു നാടൻ പാട്ടാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരിക്കലും തൊട്ട് തീണ്ടിയത് കൊണ്ട് അല്ലേ, തൊട്ടത് കൊണ്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ തീണ്ടലിൻ്റെ അടിസ്ഥാനം എന്ന് പാക്കനാർ തിരിച്ച് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ബ്രാഹ്മണർ മത്സ്യം കഴിക്കുകയില്ല, പക്ഷെ എന്നാൽ അവർ മത്സ്യം വളരുന്ന പുഴയിലോ കുളത്തിലൊക്കെ കുളിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ പറയണം. ആ കുളത്തിലെ വെള്ളം എടുത്തുകൊണ്ട് തന്നെ അവർ കുറി ചാലിച്ച് തൊടാതിരിക്കുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ ഇങ്ങനെ ജലാശയത്തിലെ ജലം കുടിക്കാതിരിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എന്തിനാണ് ഈ ഒരു എന്താണ് തീണ്ടലിനെ കുറിച്ച് പറയുന്നതിൻ്റെ ആ നിരർത്ഥകതയാണ് അല്ലേ, അതിൻ്റെ എന്താണ് അടിസ്ഥാനം എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പാക്കനാർ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തീണ്ടൽ എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ ആചാരത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ബ്രാഹ്മണനോട് ചോദിക്കുന്നത്. അപ്പോൾ തൊടിയിലും തീണ്ടലും സ്ഥായിയാണെങ്കിൽ അശുദ്ധനായ വ്യക്തിക്ക് നിറവ്യത്യാസമോ മാറ്റമോ വരണം, അല്ലാത്തിടത്തോളം എല്ലാം ഭ്രമം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. അപ്പം എല്ലാം ഒരു ഭ്രമമായിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പക്ഷേ ചോദിക്കാം, ഉപ്പ് കുത്തിയ മുളയ്ക്കുമോ വേലിമേ പടരുമോ? വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ അതിന് ഉത്തരം എഴുതുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിനും ജീവജാലത്തിനുമൊക്കെ അതിൻ്റെ ധർമ്മമുണ്ട്. ഇപ്പോൾ ഭക്ഷണത്തിന് രുചിയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപ്പ് നട്ടാൽ ഒരിക്കലും മുളയ്ക്കുകയുമില്ല, വേലിയിൽ പടരുകയുമില്ല. അതിന് ചെടി തന്നെ നടുകയും പടർത്തുകയും ചെയ്യണം. ഇതാണ് ആ ഒരു ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഇതിൽ വേറൊരു രീതിയിലേക്ക് ചോദ്യങ്ങൾ വന്നാൽ, ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ എന്ന് അല്ലേ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്താണ്, ആകാശത്തേക്ക് ഒരു അമ്പെയ്തെന്ന് കരുതിയിട്ട് ഒരു തുളയൊന്നും വീഴുന്നില്ല. കാരണം എന്താണ്, തുളഞ്ഞു കയറാനുള്ള ഒരു മാധ്യമം അവിടെയില്ല. അപ്പോൾ ശൂന്യതയിലേക്ക് എയ്യുന്ന അമ്പ് ഭൂമിയിലേക്ക് തന്നെ വന്ന് പതിക്കും. ആകാശം തുളയ്ക്കാനായി അമ്പെയ്യുന്നത് പോലെ നിരർത്ഥകമാണ് തീണ്ടൽ അനുഷ്ഠിക്കുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആകാശം തുളയ്ക്കാനായി അമ്പെയ്യുന്നത് പോലെ അല്ലേ, അതെന്താ ശൂന്യതയാണ്, ശൂന്യതയിലേക്ക് ചെയ്യുന്നതൊക്കെ തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ വരും. അപ്പം അതുപോലെ നിരർത്ഥകമാണ് ഇവിടെ തീണ്ടൽ അനുഷ്ഠിക്കുന്നത് എന്ന് പറയുകയാണ്. ഇനി തൊട്ടു തീണ്ടിയാൽ കറുക്കുമോ വെളുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ എന്താണ്, ഇവിടെ തൊട്ട് തീണ്ടിയാൽ കറുത്തയാൾ വെളുക്കുമെങ്കിലോ വെളുത്തയാൾ കറുക്കുമെങ്കിലോ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് പറയാമായിരുന്നു. പക്ഷെ ഒരു മാറ്റവും സംഭവിക്കാത്തത് കൊണ്ട് അർത്ഥരഹിതമായ ഒന്നാണ് തീണ്ടലെന്ന് നമുക്ക് പറയാനും കഴിയും. ആ ഒരു കാര്യത്തെയാണ് അവിടെ പറയുന്നതും. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് എന്താണ്, മത്സ്യമുള്ള നീറ്റിൽ കുളിക്കാമോ കുറിക്കാമോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും എന്താണ്,
ആ ജാതി സമ്പ്രദായത്തിൻ്റെ നിരർത്ഥക എടുത്തു കാട്ടുക തന്നെയാണ് ചെയ്യുന്നതും. അപ്പോൾ ഇവർ മത്സ്യമുള്ള കുളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കാനോ അതേപോലെ കുറി ചാലിച്ച് തൊടാനോ ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് എന്താണ് ആ ഒരു തീണ്ടലിനെ കുറിച്ചിട്ട് മുന്നിട്ട് പറയുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നേ അല്ലേ പൊട്ടൻ തെയ്യത്തിലെ ഒരു വരികളും പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. അവർ താഴ്ന്ന ജാതിക്കാരുണ്ടാക്കുന്ന തുളസി അല്ലെ, അവരുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തുളസിയിലെ ഇലകൾ കൊണ്ടാണ് മാല കെട്ടുന്നത്. ആ മാലയാണ് നിങ്ങളുടെ ദേവന് അല്ലേ അണിയിക്കുന്നതും. അതുപോലെ ഞങ്ങളുടെ കുപ്പയിൽ ഉണ്ടാക്കിയ വാഴപ്പഴമാണ് അല്ലേ, അവരുടെ വീടുകളിൽ കുടിലുകളിൽ ഉണ്ടാക്കിയ വാഴപ്പഴമാണ് ദേവന് കാഴ്ചയായിട്ട് വെക്കുന്നത്. അപ്പോഴൊന്നും നിങ്ങൾക്ക് അശുദ്ധിയില്ല. അതുപോലെ തന്നെ ഞങ്ങളുണ്ടാക്കിയ തോണിയിലാണ് നിങ്ങൾ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നത്. ആ സമയത്തും എന്താണ് അയിത്തമില്ല. പിന്നെ എവിടെയാണ് ഈ ഒരു അയിത്തം നിങ്ങൾ കൽപ്പിക്കുന്നത് എന്ന രീതിയിലേക്കൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ എന്തു തൻ്റെ തീണ്ടലാണ് എന്നുള്ള ഈ ഒരു നാടൻ പാട്ടിലും ചോദിക്കുന്നത്. അപ്പോൾ അവിടെ തൊട്ട് എന്താണ് തീണ്ടലിൻ്റെ നിരർത്ഥകത വ്യക്തമാക്കുകയാണ് ഈ ഒരു നാടൻ പാട്ടിലൂടെ ചെയ്യുന്നതും. കാരണം ഇവിടെ അങ്ങനെ ഒരു അയിത്തമില്ല. ഒരാളെ തൊട്ടത് കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. മനുഷ്യനെന്നും മനുഷ്യനായിട്ട് തന്നെ നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ ഒരു നാടൻ പാട്ടിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നിലനിന്ന ജാതി അല്ലേ, ജാതി വ്യവസ്ഥ, വർണ്ണവിവേചനം, ജന്മി കുടിയാൻ വ്യവസ്ഥിതി, ഇതിനെയൊക്കെ എതിരെയുള്ള അല്ലേ, അതിനെയൊക്കെ നേരെ ചൂണ്ടുന്ന ഒരു പാട്ടായിട്ടാണ് ഈ നാടൻ പാട്ട് വരുന്നത് അല്ലേ. ഇവിടെ പാക്കനാരാണ് തിരിച്ചു ചോദിക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഇതെല്ലാം നിരർത്ഥകമാണ്, എന്തിനാണ് വഴിമാറാൻ പറയുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ ശങ്കരാചാര്യരോട് പുലയൻ ചോദിക്കുന്നത് പോലെ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പാക്കനാരും തിരിച്ച് ചോദിക്കുന്നതും. അപ്പോൾ ബ്രാഹ്മണർക്ക് എന്താണ് തീണ്ടലിനെ കുറിച്ച് പറയുമ്പോഴേ ഇങ്ങനെയൊക്കെ ചിന്ത വരുന്നത്, എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അതിന് ഒട്ടും അടിസ്ഥാനമില്ലെന്നും അതെല്ലാം വെറും ഭ്രമം മാത്രമാണ്. അവിടെ ജാതി എന്നുള്ള അല്ലേ, ഉയർന്ന ജാതിക്കാരെന്ന ആ ഒരു ഭ്രമത്തിൽ നിന്നാണ് ഇത്തരത്തിലേക്കുള്ള ചിന്താഗതികളൊക്കെ ഉയർന്നു വരുന്നതെന്ന് കൂടി അവിടെ വ്യക്തമാക്കുകയാണ് ആ ഒരു പാട്ടിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അവരെ നമുക്ക് നോക്കിയ ഒരു പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് ആ നാടൻപാട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കാണാം. അപ്പോൾ ചെറിയൊരു നാടൻപാട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയൊക്കെ അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയുള്ള ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.